വേണ്ട, ഒരു ആത്മീയ ജ്ഞാനം പറഞ്ഞു തരാമെന്ന് കൂട്ടിയാണ്. മനസ്സിലായോ? അതായത് ദൈവപ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ ജന്മമൊക്കെ ദൈവപ്രവൃത്തിയാണ്. ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, അല്ലാതെ ഉള്ള മേളമെല്ലാം തന്നെ കാണിക്കാൻ പോവല്ലെന്ന് പ്രാർത്ഥിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞുമൊക്കെ ഇവൾ 5 മാസം മിണ്ടാതിരുന്നു. അതാണ് ഒരു പക്വത. അത് ഏത് കാര്യവും, കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യം മാത്രമല്ല, എല്ലാ കാര്യവും എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുത്. ഒരുപാട് പേര് ഇന്ന് കാണിക്കുന്ന ആത്മീയ അബദ്ധങ്ങളിലൊന്ന് അതാണ്. എന്താണെന്നറിയാം, എന്നാ ഉണ്ടെങ്കിലും എടുത്ത് ഫേസ്ബുക്കിലിടും. ഇൻ ഓസ്ട്രേലിയ, ഇൻ അയർലൻഡ്, മനുഷ്യനിതൊക്കെ കണ്ടിട്ട് സന്തോഷമാണെന്നാണ് അതിൻ്റെ വിചാരം. ഈ ലോകത്ത് വർക്ക് ചെയ്യുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജീവൻ എടുക്കാൻ വരെ സാധിക്കുന്ന പവറുള്ളൊരു അരൂപിയാണ് അസൂയയുടെ അരൂപി. നിന്റെ നേട്ടങ്ങളൊക്കെ നിന്റെ നേട്ടം മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ നേട്ടമല്ല. അത് കാണിച്ച് ബാക്കിയുള്ളവന് അസൂയ ഉണ്ടാക്കിയിട്ട് നീ തന്നെ നാശം വരുത്തി വെക്കരുത്. ഉള്ള കാര്യങ്ങളെല്ലാം നടന്ന് എല്ലാവരോടും പറഞ്ഞു അതാണോ ഇതാണോ, അങ്ങനെ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, അവിടെ പോയി ഇവിടെ പോയി, പിന്നെ ലോകത്തുള്ള എല്ലാ യാത്രയുടെയും പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ സത്യസന്ധമായിട്ട്, നിങ്ങൾ എന്നെ എങ്ങനെ വേണേലും എന്ത് തെറി വേണേലും വിളിച്ചോ, എനിക്കത് കാണുമ്പോൾ തോന്നുന്നു ഒരു തുപ്പ് തുപ്പാനാ. അത് നീ അവിടെ പോയെങ്കിൽ നീയല്ലേ പോയത്, എനിക്ക് എന്നെ കാണിക്കുന്നത് ഇതിന്. ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ തരികയാണ്. നമുക്ക് ഇത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇതാണ് അവരുടെ വിചാരം. ആർക്കാണ് ഇതൊക്കെ കാണാൻ നേരം? എടാ, അതൊക്കെ നിന്റെ സന്തോഷങ്ങളാണ്. അത് നീയും നിന്റെ ഭാര്യയും മക്കളും നിന്റെ കുടുംബക്കാരും കൂടെ സന്തോഷിച്ചു. നിന്റെ സന്തോഷം മാത്രമാണ്, നാട്ടുകാരുടെ സന്തോഷമല്ല. നീ 5 കോടിയുടെ വീട് വെച്ചാൽ അത് നിന്റെ സന്തോഷമാണ്, വേറെ ആർക്കും ഇവിടെ സന്തോഷമൊന്നുമില്ല. ഞാൻ മനുഷ്യൻ്റെ നിലപാട് പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് സന്തോഷം ഇല്ലെന്നല്ല ഞാൻ പറയണേ. എനിക്ക് നിങ്ങൾ നന്നാവുന്നേ സന്തോഷമുള്ളൂ. ഞാൻ മനുഷ്യൻ കാണുന്ന കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്. അവനുണ്ടാവാൻ പോകുന്നത് എന്നാണെന്നറിയോ? അവന് കള്ളപ്പണം ആയിരിക്കും, അല്ല അവനെങ്ങനെ കൊള്ളക്കാരായിരിക്കും. ഒരു കുടുംബക്കാരായിട്ട് കൊള്ളക്കാരാണ്. വല്യപ്പം മൂത്ത കൊള്ളക്കാരനായിരുന്നു അയാൾ. മറ്റേ ചമ്പൽക്കാട്ടിൽ മറ്റേ എല്ലാ പുള്ളിക്കാരോട് കൂടെ ആയിരുന്നു. ആരായിരുന്നു? പൂലൻ ദേവിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഇവരുടെ വല്യപ്പൻ. ഇങ്ങനൊക്കെ പറയും ആളുകൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ബാബിലോൺ രാജാവിൻ്റെ സൈന്യത്തെ വിളിച്ച് ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് കൊട്ടാരവും ദേവാലയവും അതിനകത്തുള്ള എല്ലാ സാധനവും കാണിച്ചു കൊടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞ് അവൻ വന്ന് ഇവന്മാരെ കൊണ്ടുപോയി.